എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുരക്ഷിതരായിട്ട് വീട്ടിലിരിപ്പാണല്ലോ അല്ലേ? എല്ലാവരും നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗം, പുതിയ പാഠഭാഗം ഒന്നും ടീച്ചർ എടുക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ പദ്യഭാഗത്തിലെ ഒരു വിശദീകരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പദ്യഭാഗം ഏതായിരുന്നു നമ്മളെടുത്തത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വിദ്യ എന്ന നല്ല മനോഹരമായ അർത്ഥവത്തായ ഒരു കവിതയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അല്ലേ? അതിൻ്റെ നോട്ട്സൊക്കെ ടീച്ചർ തന്നു, എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും തന്നെ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസൊക്കെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അതോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കിട്ടാവുന്ന മലയാളം ബുക്കുകളൊക്കെ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഉച്ചാരണശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അക്ഷരത്തെറ്റ് മാറ്റുന്നതിനും അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പം എല്ലാവരും തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ മലയാളത്തിലുള്ള എന്താണോ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നോക്കാം. എല്ലാവരും പാഠപുസ്തകം അതോടൊപ്പം തന്നെ നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക, എന്നിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഉള്ളൂരിൻ്റെ പാഠം 13 വിദ്യ എന്ന കവിതയാണ് അല്ലേ? നോക്കാം. അപ്പം വിദ്യ എന്ന കവിത എഴുതിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. എഴുതി പഠിക്കണം കേട്ടോ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇനി ഇതിൽ അർത്ഥമായിട്ട് തന്നത് അംശുമാൻ. അംശുമാൻ എന്ന് വെച്ചാൽ എന്താ? സൂര്യൻ. അംശുമാൻ എന്ന് വെച്ചാൽ സൂര്യൻ. പുതിയ പദമാണ് അംശുമാൻ, സൂര്യൻ. മർത്യൻ. മർത്യൻ എന്ന് വെച്ചാൽ ആരാ? മർത്യൻ മനുഷ്യൻ. മർത്യൻ എന്ന് വെച്ചാൽ മനുഷ്യൻ. അടുത്തത് അടർ. അടർ എന്ന് വെച്ചാൽ എന്താ? അടർ യുദ്ധം. അടർ യുദ്ധം. ഇനി അന്നം. അന്നം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും അറിയാലോ. അന്നം എന്ന് വെച്ചാൽ ആഹാരം. അന്നം ആഹാരം. ഇനി വിശ്വംഭര. അതൊക്കെ പറയുമ്പോൾ ഭായൊക്കെ ഉറപ്പിച്ച് പറയാം കേട്ടോ. ഓരോ അക്ഷരത്തിനും ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. വിശ്വംഭര. വിശ്വംഭര എന്ന് വെച്ചാൽ ഭൂമി. വിശ്വംഭര എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി. ഇനി മനക്കണ്ണ്. എന്താണ് മനക്കണ്ണ്? അകക്കണ്ണ് അല്ലെ? മനസ്സ്. മനക്കണ്ണ് എന്ന് വെച്ചാൽ അകക്കണ്ണ്. ഇനി ആശാൻ. ആരാണ് ആശാൻ? ഗുരു, അതായത് ടീച്ചർ, അധ്യാപകൻ, അധ്യാപിക ഒക്കെ. ആശാൻ എന്ന് വെച്ചാൽ ഗുരുവാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അംശുമാൻ എന്ന് വെച്ചാൽ സൂര്യൻ. മർത്യൻ മനുഷ്യൻ. മർത്യൻ മനുഷ്യൻ. അടർ യുദ്ധം. അടർ യുദ്ധം. അന്നം ആഹാരം. അന്നം ആഹാരം. വിശ്വംഭര. വിശ്വംഭര ഭൂമി. വിശ്വംഭര ഭൂമി. മനക്കണ്ണ് അകക്കണ്ണ്. മനക്കണ്ണ് അകക്കണ്ണ്. ആശാൻ. ആശാൻ ഗുരു. ആശാൻ ഗുരു. ഇനി നമുക്ക് പിരിച്ചെഴുതാം. എന്താണ് പിരിച്ചെഴുതുക എന്ന് വെച്ചാൽ, ഒരു വാക്കിനെ നമ്മൾ രണ്ടായിട്ട് പിരിച്ചെഴുതുന്നു, രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വാക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ചേർത്തെഴുതുമ്പോൾ സ്വരചിഹ്നങ്ങളും അത് പിരിച്ചെഴുതുമ്പോൾ സ്വരചിഹ്നം മാറി ആ സ്ഥാനത്ത് സ്വരാക്ഷരങ്ങളും വരുന്നു. അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അന്നമേകുക. ശ്രദ്ധിക്കണം, അക്ഷരം ശ്രദ്ധിക്കണം. അന്നമേ, മാ വരുന്നുണ്ട്. അന്നമേകുക. അത് നമ്മൾ എഴുതുമ്പോൾ അവിടെ ഏത് ഉച്ചാരണമാണ് അവിടെ വന്നിരിക്കുന്നത്? എ എന്ന ഉച്ചാരണമാണ്. അപ്പം അവിടെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എന്തെന്ന് വരണം? എ എന്ന സ്വര അക്ഷരം വരണം. അപ്പം അതെങ്ങനെ എഴുതും? അന്നം പ്ലസ് ഏകുക. എന്തുകൊണ്ട് അം എന്ന് വന്നു? അന്നം എന്തുകൊണ്ട് വന്നു? അം വന്നത് അവിടെ മായുള്ളതുണ്ട്. മായുള്ള ഭാഗങ്ങളിൽ അം എന്ന് വരും കേട്ടോ. അന്നം. അന്നമേകുക. അന്നം പ്ലസ് ഏകുക. അടുത്തത് ആജീവനാന്തമാനന്ദം. ആജീവനാന്തമാനന്ദം. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ആജീവനാന്തമാനന്ദം. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ, അറിയാലോ.
അപ്പോൾ നോക്കാം. ആജീവനാന്തം ആനന്ദം എങ്ങനെ പിരിച്ചെടുത്തു? ആജീവനാന്തം പ്ലസ് ആനന്ദം. അവിടെ നോക്കിയേ, മാ എന്നാണ് കിടക്കുന്നത്. മ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അം ഇട്ടു. ആനന്ദം അം. അതിനുശേഷം ഒരു ദീർഘം വരുന്നുണ്ട്, ആടെ സ്വരചിഹ്നം. ആ സ്വരചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ എന്നെഴുതി. ഓക്കെ, അത്ര നോക്കിയാൽ മതി. അത് ആജീവാനന്ദം പ്ലസ് ആനന്ദം. മാക്ക് പകരം അം എന്നും ആ എന്ന സ്വരചിഹ്നം, അതായത് ദീർഘം, അതിന് പകരം ആ എന്ന അക്ഷരം വന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. ആജീവാനന്ദം ആനന്ദം, ആജീവാനന്ദം പ്ലസ് ആനന്ദം. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നുള്ളത്. രസകരമായൊരു സംഭവം. ഓക്കെ, വിത്തം എന്തിനാ? അവിടെയും വന്നു മാ എന്നത്. മാ എന്ന് വന്നു, അപ്പം നമ്മൾ അന്നിട്ടു. എ എന്ന സ്വരചിഹ്നം വന്നു, അപ്പം നമ്മൾ എ എന്ന സ്വരാക്ഷരം എഴുതി. ഓക്കെ, വിത്തം എന്തിന്? വിത്തം പ്ലസ് എ, എന്തിന്? വിത്തം പ്ലസ് എന്തിന്. ഇനി ബാല്യത്തിലെത്തണം, അവിടെ വരുന്നത് ലാ എന്നൊരക്ഷരം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എ എന്ന സ്വരചിഹ്നം വരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ലാ എന്നത് മാറ്റിയിട്ട് ചില്ലക്ഷരമായ എൽ എന്നാക്കണം. ചില്ലക്ഷരമായ എൽ എന്നിട്ട് സ്വരചിഹ്നം എ എന്നത് മാറ്റി സ്വരാക്ഷരമായ എ എന്ന് മാറ്റണം. അപ്പോൾ ബാല്യത്തിലെത്തണം എങ്ങനെ പിരിച്ചെഴുതും? ബാല്യത്തിൽ പ്ലസ് എ, എത്തണം. ബാല്യത്തിൽ പ്ലസ് എത്തണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. അന്നമേകുക, അന്നം പ്ലസ് ഏകുക. ആജീവനാന്തം ആനന്ദം, ആജീവനാന്തം പ്ലസ് ആനന്ദം. വിത്തം എന്തിന്? വിത്തം പ്ലസ് എന്തിന്. ബാല്യത്തിലെത്തണം, ബാല്യത്തിൽ പ്ലസ് എത്തണം. ഇനിയാണ് അർത്ഥവ്യത്യാസം. അർത്ഥവ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉച്ചാരണം ഒരേപോലെ തോന്നുന്ന നമ്മളെ തോന്നിപ്പിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ, പക്ഷേ ആ വാക്കുകളുടെ അല്ലെങ്കിൽ ആ ശബ്ദങ്ങളുടെ അർത്ഥത്തിന് വ്യത്യാസമുണ്ടാകും. അതാണ് ഒരേപോലെ തോന്നുന്ന രണ്ട് വാക്കുകളുടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് അർത്ഥവ്യത്യാസം. നോക്കാം. ഒന്ന് മോദം. മോദം എന്ന് വെച്ചാൽ ആനന്ദം, സന്തോഷം. ഇതാണ് എന്ത്? മോദം എന്ന് പറയുന്നത്. അതേസമയം തന്നെ അതേ വാക്കിൽ വരുന്നതാണ് മോദകം. മോദകം എന്ന് വെച്ചാൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. മോദകം എന്ന് പറയുന്നത് ഒരു പലഹാരമാണ് കേട്ടോ. മോദകം എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അടുത്തത് ലാഭം. ലാഭം എന്ന് വെച്ചാൽ എന്താ? നേട്ടം അല്ലേ? നമുക്ക് കിട്ടുന്ന നേട്ടമാണെന്ന് എന്ത്? ലാഭം. അതേസമയം ലോഭം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലോഭം, കുറവ്. ലോഭം, കുറവ്. അപ്പം ലാഭവും ലോഭം ചെറിയൊരു വ്യത്യാസമുള്ളൂ, സ്വരചിഹ്നങ്ങളിലെ വ്യത്യാസം. പക്ഷെ അതിനർത്ഥത്തിന് നല്ല മാറ്റമുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എഴുതുമ്പോഴും ആ അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അർത്ഥം മാറിപ്പോവും. അതുകൊണ്ടാണ് മലയാളത്തിലെ അക്ഷരത്തെറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അർത്ഥത്തിന് അപ്പം തന്നെ മാറ്റി വരും. ഓക്കെ, നോക്കാം. അർത്ഥവ്യത്യാസം. മോദം ആനന്ദം, മോദകം ഒരു ഭക്ഷണ പദാർത്ഥം, ലാഭം നേട്ടം, ലോഭം കുറവ്. ഇനി നമ്മൾക്ക് അടുത്തതിലേക്ക് പോവാം. അതായത് ഉത്തരം എഴുതുക. എത്ര എണ്ണമുണ്ട്? 1 2 3 4 എണ്ണമുണ്ട് അല്ലേ? നോക്കാം. വിദ്യയുടെ മഹത്വം കവി എങ്ങനെ വിശദീകരിക്കുന്നു? നമുക്ക് ഈ പദ്യഭാഗം പഠിച്ചപ്പോൾ മനസ്സിലായി ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? വിദ്യ തന്നെയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചപ്പോൾ മനസ്സിലായല്ലോ, പഠിക്കാതെ മടി പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. നമ്മുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മടി കൂടാതെ മിടുക്കന്മാരായിട്ട് പഠിച്ച് വളരണം അല്ലേ? അപ്പോൾ വിദ്യയുടെ മഹത്വത്തെ പറ്റി കവി കവിതയിൽ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരിക്കലും കള്ളന്മാർ മോഷ്ടിക്കാത്തതും കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതുമായ ധനമാണ് വിദ്യ. മരിച്ചാലും ഒരാളുടെ വിദ്യാധനം അയാൾക്ക് മേന്മ നൽകും. എന്തൊക്കെയാണ് മേന്മ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരിക്കലും കള്ളന്മാർ മോഷ്ടിക്കില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? കള്ളന്മാർ നമ്മളിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാറുണ്ട് അല്ലേ? പക്ഷെ വിദ്യ എന്നൊരു ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് മോഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് കൊടുക്കുന്തോറും വർദ്ധിക്കും. കൊടുക്കുന്തോറും വർദ്ധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന അറിവുകൾ മറ്റൊരാളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള അറിവ് ഒന്നുകൂടി വർദ്ധിക്കുന്നതായിരിക്കും.
കേട്ടോ. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ, അപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, കൊടുക്കും തോറും നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുള്ളൂ, അല്ലാതെ നശിക്കില്ല കേട്ടോ. മരിച്ചാലും ഒരാളുടെ വിദ്യാധനം അയാൾക്ക് മേന്മ നൽകും എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല വിദ്യയുള്ളൊരു വ്യക്തി മരിച്ചാലും അയാളുടെ ആ ഒരു പേര്, അയാളുടെ ഒരു പ്രശസ്തി ലോകം മുഴുവനും എന്നും ആദരിക്കപ്പെടും അല്ലേ. അയാൾ മരിച്ചു പോയാലും അയാളെ നമ്മൾ ഓർമ്മിക്കും, നല്ല വിദ്യയുള്ള ആളാണ് അല്ലെങ്കിൽ നല്ല പ്രശസ്തിയുള്ള ആളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കപ്പെടും അല്ലേ. അപ്പോൾ മരിച്ചാലും ആ വിദ്യയ്ക്ക് മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നാണ് ആ വരികളിൽ വ്യക്തമാക്കുന്നത്. അപ്പം എന്തെല്ലാമാണ് വിദ്യയുടെ മഹത്വം വ്യക്തമാക്കുന്നത്? ഒന്ന്, ഒരിക്കലും കള്ളന്മാർ മോഷ്ടിക്കാത്തതും കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതും ആയ ധനമാണ് വിദ്യ. പിന്നെയോ മരിച്ചാലും ഒരാളുടെ വിദ്യാധനം അയാൾക്ക് മേന്മ നൽകും. ഓക്കെ. അടുത്തത്, സൂര്യൻ പുലർവേളയിൽ എന്തു ചെയ്യുന്നു? സൂര്യൻ പുലർവേളയിൽ, അതായത് രാവിലെ പ്രഭാതത്തിൽ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് സൂര്യൻ പുലർവേളയിൽ ഉദിച്ചുയരുന്നു അല്ലേ. സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ, ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുപോലെ സൂര്യൻ നമ്മൾക്ക് തരുന്ന ഒരു ഉപകാരം എന്താണ്? നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിനുള്ള വെളിച്ചം തരുന്നു അല്ലേ. അപ്പം സൂര്യൻ ചെയ്യുന്നത് പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് പുലർവേളയിൽ രാവിലെ തന്നെ ഉദിച്ചുയരുന്നു അല്ലേ. ഇനി, ബാല്യത്തിൽ ആശാൻ എന്താണ് ചെയ്തു തരുന്നത്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ബാല്യത്തിൽ, അതായത് നിങ്ങളിപ്പോൾ കുട്ടികളാണ്, ഈ ബാല്യത്തിൽ ആശാൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കേട്ടോ, അധ്യാപകരാണ്. അധ്യാപകർ ബാല്യത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്? ബാല്യത്തിൽ ആശാൻ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് മനക്കണ്ണ് തുറപ്പിക്കുന്നു. അതായത് വിദ്യ അഭ്യസിപ്പിച്ചാൽ നമ്മുടെ മനസ്സ്, അതായത് നമ്മളുടെ മനസ്സിൻ്റെ വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അറിവ് ലഭിക്കുന്നു. ഓക്കെ. അപ്പോൾ ബാല്യത്തിൽ ആശാൻ എന്ത് തരുന്നു? വിദ്യ അഭ്യസിപ്പിച്ചു തരുന്നു, പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ മനക്കണ്ണ് തുറപ്പിക്കുന്നു. അത് നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്നു. ഓക്കെ. അടുത്തത്, വിദ്യ നൽകുന്ന ആൾ എന്താണ് നമുക്ക് തരുന്നത്? വിദ്യ നൽകുന്ന ആൾ, അതായത് ആശാൻ എന്താണ് നമുക്ക് തരുന്നത്? വിദ്യ നൽകുന്ന ഗുരു ഒരാൾക്ക് ആജീവനാന്തം ആനന്ദം നൽകുന്നു. ആജീവനാന്തം ആനന്ദം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് ആനന്ദം, അതായത് സന്തോഷം തരുന്ന ഒന്നാണ് വിദ്യ. അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ സന്തോഷമാണ് നമുക്ക് ഗുരു തരുന്നത്. അപ്പം ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ. അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. വിദ്യയുടെ മഹത്വം കവി എങ്ങനെ വിശദീകരിക്കുന്നു? ഒരിക്കലും കള്ളന്മാർ മോഷ്ടിക്കാത്തതും കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതുമായ ധനമാണ് വിദ്യ. മരിച്ചാലും ഒരാളുടെ വിദ്യാധനം അയാൾക്ക് മേന്മ നൽകും. ഇനി, സൂര്യൻ പുലർവേളയിൽ എന്ത് ചെയ്യുന്നു? പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് സൂര്യൻ പുലർവേളയിൽ ഉദിച്ചുയരുന്നു. ബാല്യത്തിൽ ആശാൻ എന്താണ് ചെയ്തു തരുന്നത്? ബാല്യത്തിൽ ആശാൻ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് മനക്കണ്ണ് തുറപ്പിക്കുന്നു. വിദ്യ നൽകുന്ന ആൾ എന്താണ് നമുക്ക് തരുന്നത്? വിദ്യ നൽകുന്ന ഗുരു ഒരാൾക്ക് ആജീവനാന്തം ആനന്ദം നൽകുന്നു. മനസ്സിലായല്ലോ? അപ്പം ഇതൊക്കെ തന്നെ എല്ലാവരും നന്നായി 5 പ്രാവശ്യം വീതം എഴുതി പഠിക്കണം. എഴുതി പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അക്ഷരത്തെറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് സ്വയം ചെക്ക് ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. എല്ലാവരും നന്നായി പഠിക്കാം, മടി കൂടാതെ. ഇപ്പോൾ വിദ്യ എന്ന പാഠം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് വിദ്യയുടെ മഹത്വം മനസ്സിലായ നിങ്ങൾ ഇനി ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. ടീച്ചർ പറയുന്നത് എല്ലാം നന്നായി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.